ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശരീരം തടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വളരെ മെലിഞ്ഞൊട്ടിയ ശരീരമുള്ള പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഉസ്താദെ, അല്പം തടിക്കണമെന്ന ആഗ്രഹമുണ്ട്, വളരെ മെലിഞ്ഞതായതുകൊണ്ട് പല ആളുകളും കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അല്പം ഒന്ന് തടിക്കണം, ആ തടി പൊണ്ണത്തടി ആവാനും പാടില്ല, ആരോഗ്യമുള്ള തടി വരികയും വേണം. എന്താണ് അതിന് മാർഗം? ഒരുപാട് മരുന്നുകൾ കഴിച്ചു, യാതൊരു ഫലവും കിട്ടുന്നില്ല എന്നും പറയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന നല്ല ഒരു മരുന്ന് ഞാൻ പറയാം. മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു മരുന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ശരീരം വളരെ മെലിഞ്ഞ രീതിയിലായിരുന്നു. എൻ്റെ ശരീരം ഒന്ന് തടിച്ച് കാണാൻ, അല്പം ഒന്ന് തടി കിട്ടാൻ വേണ്ടി എൻ്റെ ഉമ്മ ധാരാളം മരുന്നുകൾ തന്നിട്ടുണ്ട്. പല രൂപത്തിലുള്ള മരുന്നുകളും ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ യാതൊരു ഫലവും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. അവസാനം എൻ്റെ ഉമ്മ തന്ന ഒരു മരുന്നാണ് എനിക്ക് കൂടുതൽ ഫലം കിട്ടിയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമായിരുന്നല്ലോ കക്കരിക്ക എന്ന് പറയുന്നത്. ആ കക്കരിക്ക റസൂലുള്ളാഹി തങ്ങൾ ഈത്തപ്പഴത്തോടു കൂടി തിന്നാറുമുണ്ടായിരുന്നു. അതാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഉമ്മ കൊടുത്തൊരു മരുന്ന്. ഈത്തപ്പഴവും കൂടെ കക്കരിക്കയും രണ്ടും കൂടി ചേർത്ത് തിന്നുക. കക്കരിക്കയുടെ ഒരു പീസ് എടുക്കുക, എന്നിട്ട് അതിൽ ഒരു ഈത്തപ്പഴവും കൂട്ടി കഴിക്കുക. കക്കരിക്ക കഴിച്ച് പിന്നെ ഈത്തപ്പഴം കഴിക്കുക എന്നല്ല, രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ട് കഴിക്കുക. ഇങ്ങനെയായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഉമ്മ കൊടുത്തിരുന്നത്. അത് കഴിച്ചപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് നല്ല തടി വന്നത്. ഞാൻ തടിച്ചു കൊഴുത്തിട്ടുണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ തടിയില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ആരോഗ്യമുള്ള തടി ഉണ്ടാകാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് കക്കരിക്ക, അതായത് കുക്കമ്പർ എന്ന് പറയും. ആ കക്കരിക്ക വാങ്ങി അതോടൊപ്പം തന്നെ ഈത്തപ്പഴവും ചേർത്ത് രണ്ടും കൂടി കഴിക്കുക. മിക്സിയിലിട്ട് അടിച്ച് കഴിക്കുകയൊന്നും വേണ്ട, ഒരു കക്കരിക്കയുടെ കഷ്ണം എടുക്കുക, അത് കഴിക്കുക, കൂടെ ഒരു ഈത്തപ്പഴവും കഴിക്കുക. രണ്ടും വായിൽ വെച്ച് ഒന്നിച്ച് ചവച്ചരച്ച് കഴിക്കുക എന്നർത്ഥം. ഇങ്ങനെ ദിവസം 1-2 പ്രാവശ്യം നാം ചെയ്താൽ മതി. രാവിലെ വെറും വയറ്റിൽ കഴിക്കാം, രാത്രി കിടക്കുന്നതിന് കുറച്ച് മുമ്പും കഴിക്കാം. ഇങ്ങനെ നമ്മൾ കുറച്ച് ദിവസം ചെയ്യുമ്പോഴേക്ക് നല്ലൊരു മാറ്റം നമുക്ക് കണ്ടെത്താൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യമുള്ള ശരീരം നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ.